വയനാട് മീനാക്ഷിപുരത്തിന് സമീപം തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് കനത്ത മണ്ണിടിച്ചിൽ. ഞെട്ടിക്കുന്ന ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. കനത്ത മഴയത്തും തുരങ്കപാത നിർമ്മാണം നടക്കുന്നിടത്തേക്ക് വൻതോതിൽ ചെളിയും മണ്ണും ഇടിഞ്ഞു വീഴുന്ന ദൃശ്യം പ്രദേശവാസികളുടെ മൊബൈലിൽ പകർത്തിയത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരുന്നതിനാൽ നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങിയതായിട്ടുള്ള സംശയങ്ങൾ ബലപ്പെടുകയാണ്. എത്ര തൊഴിലാളികൾ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നെന്നോ അതിൽ എത്ര പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതാണ്. മന്ത്രി ടി സിദ്ദിഖിന്റെ പ്രതികരണം അനുസരിച്ചാണെങ്കിൽ നിലവിൽ 6 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൂട്ടിയിട്ടിരുന്ന മണ്ണ് അത് അശാസ്ത്രീയമായ രീതിയിൽ തുരങ്കപാതയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന മണ്ണ് കൂട്ടിയിരുന്നത് വയനാട് പെയ്ത കനത്ത മഴയെ തുടർന്ന് ആ പ്രദേശത്തുള്ള ഒരു വലിയ മണ്ണിടിച്ചിൽ ഇത് മാറുകയായിരുന്നു എന്നാണ് മന്ത്രിയുടെ വിശദീകരണം. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു വലിയ ദുരന്തം ഇന്ന് കള്ളാടിയിൽ, മേപ്പാടി പഞ്ചായത്തിൽ കള്ളാടിയിൽ നമ്മളെയൊക്കെ വളരെയധികം വിഷമിപ്പിക്കുന്നതായ ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. ഇതിലിപ്പം നിലവിൽ വിംസ് ആശുപത്രിയിൽ 6 പേർ നിലവിൽ ചികിത്സ തേടി എത്തിയിട്ടുണ്ട്. കിരൺകുമാർ, ദിലീപ്, സൂരജ് യാദവ്, സഞ്ജയ് താപ്പൂർ, രജനീഷ്, തന്മയ് ഘോഷ് എന്നിവരാണ് വിംസ് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയിട്ടുള്ളത്. അവർ 6 പേരുടെയും നില നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം. NDRFന്റെ സംഘങ്ങൾ, വയനാട്ടിൽ നിന്നുള്ള സംഘവും ആദ്യം പോന്നു. കോഴിക്കോടുള്ള സംഘത്തോടും അങ്ങോട്ട് പുറപ്പെടാൻ ആവശ്യപ്പെട്ടു. 2 NDRF സംഘങ്ങളും അവിടേക്ക് പോയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇതിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തുന്നതിന്, അടിയന്തരമായിട്ടുള്ള പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ശ്രീ ശേഖർ കുര്യാക്കോസിനോട് ഇതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ തലത്തിലും ഏകോപനം നടത്തുന്നതിന് വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ സംവിധാനം ഓൾറെഡി സ്ഥലത്തെത്തി ഇതിന്റെ റെസ്ക്യൂ ഓപ്പറേഷൻസും പരിശോധനകളും ആരംഭം കുറിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, നേരത്തെ ഈ മണ്ണ് ഇപ്പോൾ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, പക്ഷേ അശാസ്ത്രീയമായ രീതിയിലാണ് ഈ മണ്ണ് തുടക്കത്തിൽ തന്നെ, ഇത്ര നേരത്തെ ഒരു നല്ല രീതിയിലുള്ള മഴ വയനാട്ടിൽ പെയ്തതാണ്. അതിനുശേഷം ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ചെറിയ രീതിയിലുള്ള ഈ മഴയിൽ ഇങ്ങനെ അപകടം സംഭവിക്കും എന്നുള്ളതിന്റെ സൂചന വളരെ കൃത്യമായി മീറ്റിംഗിലും അല്ലാതെയും കൊങ്കൺ അധികൃതരുടെ മീറ്റിംഗിൽ ഉൾപ്പെടെ നൽകിയിരുന്നതാണ്. പക്ഷേ അതിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിലുള്ള പാളിച്ചയുണ്ടായിട്ടുണ്ട്. അത് സർക്കാർ ഗൗരവത്തോടു കൂടി കാണുന്നു. അതിൽ പരിശോധനയുണ്ടാകും. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതും അതിൽ നിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് പോകാതിരുന്ന സാഹചര്യവും ഗൗരവമുള്ളതാണ്. അത് സർക്കാർ പരിശോധിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും ഞാനും ഇപ്പം തന്നെ വയനാട്ടിലേക്ക് പോകാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മഴയുടെ തോതെടുക്കാനും ആ തോത് KSDMA അതുപോലെ ജില്ലാ DDMA ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന അവിടെ DDMAയുടെ ഒരു സിസ്റ്റം ഉണ്ട്. പ്രൈവറ്റും പബ്ലിക്കും ഒരുമിച്ചുള്ളതായ ഒരു പ്രയാണമുണ്ട്. ആ ഒരുമിച്ചുള്ളതായിരിക്കുന്ന സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്ത് ഈ കാര്യങ്ങൾ മുഴുവൻ അസസ് ചെയ്ത് പോകണമെന്നും പ്രവൃത്തി നിർത്തിവെക്കണം എന്നുള്ളതും മണ്ണ് മാറ്റണം എന്നുള്ളതായിരിക്കുന്ന കാര്യം ഉൾപ്പെടെ നേരത്തെ ചർച്ച ചെയ്ത് മീറ്റിംഗ് വിളിച്ച് നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് മാത്രമല്ല, ഒരു കാര്യം കൂടെ, വയനാട് കൽപ്പറ്റയിലെ ടൗൺഷിപ്പിൽ വലിയ രീതിയിലുള്ളതായിരിക്കുന്ന മണ്ണ് നേരത്തെ ഒരു ദിവസം മഴ പെയ്തപ്പോൾ അർദ്ധരാത്രിയിൽ പോയി ഈ മണ്ണ് മുഴുവൻ ടൗൺഷിപ്പിൽ വ്യാപകമായി ഒന്നിച്ചു കൂട്ടിയിട്ടതായിരിക്കുന്ന സന്ദർഭമുണ്ട്. അവിടെയും നിർദ്ദേശം കൊടുത്തതാണ്. ആ നിർദ്ദേശത്തിലും തൃപ്തികരമായ രീതിയിലല്ല
മുന്നോട്ട് പോയിട്ടുള്ളത്. അവിടെയും സീരിയസ് ആയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം. അതിനുള്ള മാർഗനിർദ്ദേശം കൊടുത്തത് പാലിക്കാതെ മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല. നിലവിൽ മീനങ്ങാടിയിലുള്ള വയനാട്ടിലെ NDRF സംഘം അവിടെ എത്തുകയായി. ഫയർ സർവീസ് ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. കണ്ണൂരിലുള്ള NDRF സംഘത്തോടും അവിടെ പോകാൻ പറഞ്ഞു. കൂടുതലുള്ളതായ ഏതെങ്കിലും ആളുകൾ പെട്ടോ എന്നുള്ള പരിശോധന ഉടൻ തന്നെ ആരംഭിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മഴക്കാലത്ത് പ്രവൃത്തി നടത്തരുത് എന്നുള്ളതും അവിടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ ഉണ്ടാവരുത് എന്നുള്ളതും അവിടെയുള്ള 8 കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കണം എന്നുള്ള കാര്യം ഉൾപ്പെടെ എല്ലാ നിർദ്ദേശവും നേരത്തെ നൽകിയിരുന്നതാണ്. അതിൽ ഞാൻ ഇന്ന് കലക്ടർ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു വിവരം, ഈ വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യം ഉൾപ്പെടെ തൊഴിലാളികൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതിൽ അപകടത്തിൽപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ പരിശോധിക്കും. കൃത്യമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വിവരം ലഭ്യമല്ല. അതുകൊണ്ട് പരിശോധന പൂർണ്ണതോതിൽ ഉണ്ടാവും. മന്ത്രിയുടെ പ്രതികരണം വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ അപകടം അത് നിർമ്മാണ പ്രവർത്തനത്തിനെ നടത്തിയ അശാസ്ത്രീയമായിട്ടുള്ള മണ്ണ് ശേഖരമാണ് ഈ അപകടത്തിന് കാരണമാക്കിയത്, അല്ലാതെ നിർമ്മാണ പ്രവർത്തനത്തെ തുടർന്ന് മല ഇടിഞ്ഞു വീണതല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതായത് കൃത്യമായി കാര്യങ്ങൾ നോക്കി നടത്തുന്നതിൽ വരുത്തിയ വീഴ്ചയാണ് അപകടത്തിന് കാരണം. കാര്യം നേരത്തെ തന്നെ ഇങ്ങനെ വലിയ ഉയരത്തിൽ മണ്ണുകൾ കൂട്ടിയിടരുത് എന്ന നിർദ്ദേശം കൊടുത്തിട്ടും അവിടെ ആ പ്രവൃത്തി തുടർന്നിരുന്നുവെന്ന് മന്ത്രി ടി സിദ്ദിഖ് തന്നെ പറയുമ്പോൾ ആ വിഷയത്തിൽ എന്തുകൊണ്ട് സർക്കാർ നിർദ്ദേശം കൊടുത്തിട്ട് മാറ്റിയില്ല എന്നുള്ള ചോദ്യം പ്രസക്തമാവുകയാണ്. എന്തായാലും അപകടത്തെ തുടർന്ന് 6 പേരെ പ്രദേശവാസികൾ തന്നെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവർ ഇതുവരെ അപകട നില തരണം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നതിനെ സംബന്ധിച്ചൊന്നും വ്യക്തത വന്നിട്ടില്ല. 2 NDRF സംഘത്തോട് പ്രദേശത്ത് പരിശോധനയ്ക്ക് എത്തണമെന്ന ആവശ്യം സർക്കാർ ഉന്നയിച്ചിട്ടുണ്ട്. ഇത് പോരാഞ്ഞിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി ഉടൻ തന്നെ രക്ഷാപ്രവർത്തനങ്ങളും ഒപ്പം തന്നെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനകളും നടത്തുമെന്ന് അറിയിക്കുന്നുണ്ട്. എന്തായാലും മനുഷ്യനിർമ്മിതമായിട്ടുള്ള അപകടമാണ് ഉണ്ടായത് എന്ന് പ്രാഥമികമായി മന്ത്രി തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ കള്ളാടി തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഗൗരവതരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല എന്ന് മന്ത്രിയുടെ വാക്കുകൾ തെളിയിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മഴക്കാലത്ത് ഇത്തരം പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അപകടകരമാണ്. കനത്ത മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മല തുരക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് മണ്ണിടിച്ചിലിന് സാഹചര്യമുണ്ടാക്കും. ഈ സന്ദർഭത്തിൽ പണി നിർത്തിവെക്കുക എന്നുള്ളത് സാമാന്യ ലോജിക്കാണ്. അതുപോലും മറികടന്നുകൊണ്ട് കനത്ത മഴയ്ക്കിടയിലും എങ്ങനെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും അപകടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മണ്ണിടിച്ചിലിന് കാരണമായത് അവിടെ നിർമ്മാണത്തിന്റെ ഭാഗമായി കൂട്ടിയിട്ടിരുന്ന വൻ കൂമ്പാരമായി മാറിയ മണൽ താഴേക്ക് പതിച്ചാണ് തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടു എന്നാണ് വിവരം.